ക്രിയേറ്റീവായിട്ടുള്ള അധ്യാത്മകതയുള്ള വിപ്ലവസ്വരൂപമുള്ള ബുദ്ധിജീവികളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ബുദ്ധിജീവി എന്ന വാക്ക് മോശ കവി ബുദ്ധിജീവി എന്ന് പറയുമ്പോൾ അങ്ങനെ കഥാകൃത്ത് രൂപകഥ പറയുമ്പോൾ അത്ര ആവശ്യമില്ലാത്ത ആളുകളാണ്, എല്ലാത്തിനും മാത്രം പ്രതിഷ്ഠിക്കാവുന്ന ആളുകളാണെന്ന് തെറ്റിദ്ധാരണ കേരളത്തിൽ വളരെ വിപുലമായി വിന്യസിക്കാൻ കേരളത്തിലെ ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുസ്തഫക്ക് ഒരു ആഗ്രഹം പറഞ്ഞാണ്. മുസ്തഫ ഒരു ജൈവ ബുദ്ധിജീവിയാണ്, ഓർഗാനിക് ഇന്റലക്ച്വൽ എന്ന് പറയും. കുറേ കാര്യങ്ങൾ തലയിൽ സൂക്ഷിച്ചിട്ട് എപ്പോഴെങ്കിലും ആ വരികൾ ഉദ്ധരിക്കാവുന്ന ബുദ്ധിജീവികളുണ്ട്. ഓർമ്മശക്തിയാണ് അതിൻ്റെ മൂലധനം, അത് മാത്രമാണ്. ഏത് വിഷയവും പഠിക്കും, എപ്പോഴും വേണമെങ്കിലും പറഞ്ഞു തരും. അങ്ങനെയുള്ളവർ ജനാധിപത്യ കാലത്തെ സമരോത്സുകരായ ബുദ്ധിജീവികളാവുകയില്ല. ബുദ്ധിജീവിതവും സമരോത്സുകതയും തമ്മിലുള്ള ബന്ധം എന്ന ആശയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുസ്തഫയെ പറ്റി പറഞ്ഞ ആളുകൾ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. മുസ്തഫയുടെ ദീർഘകാല മിത്രം എന്നുള്ള എനിക്ക് എടുത്തു പറയാം. മുസ്തഫ ഒരു വക്കീൽ കൂടിയാണ്. മുസ്തഫ LLB പരീക്ഷ പാസ്സായാണ്. പ്രാക്ടീസ് ചെയ്തോ എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ നിയമം അദ്ദേഹത്തിന് തലയിലുണ്ട്. അദ്ദേഹം ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ നിയമത്തിൻ്റെ ഒരു ശക്തി കൂടി ഉണ്ട്. മറ്റൊന്ന്, മുസ്തഫയുടെ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് ഇവിടെ പറയണ്ടായി. അത് പി കുഞ്ഞിരാമനായരുടെ കവിതകളെ മുൻനിർത്തിയുള്ള പഠനമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ. പി കുഞ്ഞിരാമനായ കവിതകളെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ പ്രബന്ധങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. 5-8 പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ തന്നെയുണ്ട്. പ്രബന്ധങ്ങളുടെ എണ്ണം നമുക്ക് അറിഞ്ഞൂടാ, അത്രയുണ്ട്. പക്ഷേ മുസ്തഫ ഏത് വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് കുഞ്ഞിരാമനായരുടെ കവിതകൾ പഠിച്ചതെന്ന് അറിയുക. പരിസ്ഥിതി ശാസ്ത്രത്തെ മുൻനിർത്തിയാണ്, ഇക്കോളജി. പരിസ്ഥിതി വിജ്ഞാനീയത്തെ മുൻനിർത്തിയാണ് കുഞ്ഞിരാമനായരുടെ കവിതകളെ പുസ്തകം പഠിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ പരിസ്ഥിതി വിജ്ഞാനിയെ അവതരിപ്പിച്ച ആളുടെ പേര് മാർസൺ എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരട്ടപ്പേര് പോലെ ഉപയോഗിക്കുന്ന ഏംഗൽസ് എന്നാണ്. മാർസിന്റെയും ഏംഗൽസിന്റെയും പരിസ്ഥിതി ചിന്തകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഇത് മാത്രമാണ്: നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ പ്രകൃതിയെ അതിന് താളത്തിൽ തെറ്റിക്കുന്നത് മുതലാളിത്തമാണ്. ചൂഷണത്തിന് വേണ്ടിയുള്ള അത്യാർത്തി, ലാഭത്തിന് വേണ്ടിയുള്ള അത്യാർത്തി. ഈ അത്യാർത്തിയുടെ ഭാഗമായിട്ടാണ് പ്രകൃതിയുടെ താളത്തെ, പ്രകൃതിയുടെ മൗലിക സൗന്ദര്യത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക, അതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് വിമോചനത്തിന്റെ ഭാഗമായി, വിമോചന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ ഏൽക്കുന്ന പ്രവർത്തനമാണ്. ഞാൻ മനസ്സ് പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ ഇങ്ങനെ നിയമ കാര്യത്തിൽ പണ്ഡിതനാവുക, പാരിസ്ഥിതിക കാര്യത്തിൽ പണ്ഡിതനാവുക, അതേസമയത്ത് രാഷ്ട്രീയ മീമാംസയിൽ പണ്ഡിതനാവുക. മുസ്തഫയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും മുസ്തഫയെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ മുസ്തഫയുടെ സ്വഭാവത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മുസ്തഫ നമ്മുടെ സഹോദരനായി ഏത് സന്ദർഭത്തിൽ കാണാവുന്ന ഒരാളാണ്. അധികാരത്തിന്റെ ഒരു തരത്തിലുള്ള ബൂർഷ്വാ സ്വഭാവം ഇല്ലാത്ത ആളാണ്. നമുക്ക് ഏത് സന്ദർഭത്തിലും സംവാദത്തിൽ വിളിക്കാവുന്ന ഒരാളാണ്. സംവാദം മീറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, വിഷയങ്ങൾ ഞങ്ങളൊക്കെ പല സന്ദർഭം, ഒരു വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും മുസ്തഫയുടെ സഹായം ഞങ്ങളെ പോലും ആളുകൾ ചിലപ്പോൾ തേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാണ്. വളരെ പക്വതയായി ആ വിഷയത്തെ വിഷയമായി കണ്ടുകൊണ്ട്, ആ വിഷയത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ഇണക്കി വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാൻ മുസ്തഫ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 വാക്കിൽ ചുരുക്കി പറയാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയം അതീവ സങ്കീർണമായി തീരുകയാണ്. കാരണം മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമായിരിക്കുന്നു. ഞങ്ങളൊക്കെ എഴുത്തുകാരെ സാംസ്കാരിക നേതാക്കന്മാർക്ക് വിളിക്കും. പക്ഷേ എഴുത്തുകാർക്ക് ചെയ്യാനാവുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കാളും എത്ര മടങ്ങ് പറയാൻ പറ്റില്ല, അത്രയും മടങ്ങ് സാംസ്കാരിക ശക്തി മീഡിയക്കുണ്ട്. ഈ മീഡിയ പറ്റ മുതലാളികളുണ്ട്. അത് നൽവർഷമാണ്. മുതലാളി ഇപ്പോൾ ഒരാളുടെ ഇമേജ് തകർക്കാൻ ഒരു കള്ളക്കഥ പറയും, നാളെ നിശ്ചയിച്ചാൽ മതി. അതുകൊണ്ട് ജാഗ്രത എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, രാഷ്ട്രീയ വിശ്വാസത്തിന്റെയും, നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കില്ല, രാഷ്ട്രീയ വിശ്വാസികളായിരിക്കും, രാഷ്ട്രീയ വിശ്വാസത്തിന്റെയും ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഓരോ നിമിഷത്തിൽ നമ്മുടെ പൈങ്കിളി ബോധങ്ങളെ കൊണ്ട് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. പൈങ്കിളിത്തം എന്ന് പറയുന്നതിന് പലദോഷമാണ്. വ്യവസ്ഥയോട് പൊരുത്തപ്പെടാനാണ് പൈങ്കിളി എപ്പോഴും പറയാം.
അധികം പത്രമൊന്നും പോകണ്ട, വേണമെങ്കിൽ മുദ്രാവാക്യം വിളിച്ചോ, നിങ്ങൾ പഴയ രീതിയിൽ ജീവിച്ചു പോവുക. ആ നിലക്ക് പറ്റൂല. വളരെ ജാഗ്രതയോടുകൂടി ബുദ്ധിപരമായ ഉണർവോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട സവിശേഷ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു. സന്തോഷം സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെയല്ല, ഭംഗിയായി വാദിച്ച് ഉറപ്പിച്ചതുപോലെ ഈ അവസ്ഥ കേരളത്തിലാണ് ഏറ്റവും ഉള്ളത്. കാരണം ഇവിടെയാണ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്, മികച്ച സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, പത്ര വായന, ഗ്രന്ഥാലയങ്ങൾ, ചർച്ചകൾ ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്ര നിബിഡമായ ഒരു ചർച്ചാ ലോകം മറ്റെവിടെയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ അവസ്ഥയിൽ രാഷ്ട്രീയത്തെ നയിക്കാൻ പുതിയ നിലയ്ക്ക് ചിന്തിക്കുന്ന യുവാക്കളുടെ, യുവത്വമുള്ളവരുണ്ട്, യുവാക്കൾ ഈ വയസ്സിനനുസരിച്ച് മാത്രമല്ല, യുവാക്കളുടെ നിര ആവശ്യമായിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും ഇടതുപക്ഷമാണ്. ഇപ്പോൾ മറ്റൊരു പ്രതിപക്ഷ നേതാവെന്നൊക്കെ പറയുന്നത് ചങ്ങായിയുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ മറ്റൊരു പേരുണ്ട്, ഞാനിപ്പോൾ നാല് പേര് പറയുന്നില്ല. അദ്ദേഹം വായനക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ഫെസ്റ്റിവലിലൊക്കെ വന്ന് ശ്രദ്ധിപ്പെടുന്ന ആളാണ്. അതൊക്കെ ഒരുക്കത്തിന്റെ ഭാഗമായി ഇമേജ് മേക്കിംഗ് എന്ന് പറയില്ലേ, ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. കുറച്ച് പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തെ കുറിച്ച് ഒരു ഇമേജ്, അതൊക്കെ അദ്ദേഹത്തിന് മറ്റ് സഹായികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇമേജ് എന്തുകൊണ്ട് അങ്ങനെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ബുദ്ധിജീവി എന്ന ഒരു ബിംബത്തിന്റെ സൃഷ്ടിയിൽ ഈ മനുഷ്യൻ നിരന്തരമായിട്ട് ശ്രദ്ധിക്കുന്ന എന്തുകൊണ്ടാണ്? അയാൾ ഡൈ ചെയ്യുന്ന പോലെ, മുഖത്ത് തേക്കുന്ന പോലെ, നല്ല വൃത്തിയുള്ള ഇസ്ത്രീ ഇട്ട ഭദ്രവസ്ത്രം ധരിക്കുന്നത് പോലെ ഇയാൾ ഇമേജ് ബിൽഡിംഗ് ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ മനുഷ്യർക്ക് ബുദ്ധിജീവിതത്തോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ ബുദ്ധിജീവിതം കപടമാണ് എന്നും വ്യവസ്ഥയെ സേവിക്കുന്നതാണെന്നും വിമോചനപരമായ ഊർജ്ജമില്ലാത്തതാണെന്നും മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. ഒരാൾ ബുദ്ധിജീവിയാവുന്ന പുസ്തകങ്ങളിൽ ഉദ്ധരണികൾ കോട്ട് ചെയ്യാൻ പറ്റുന്നതൊന്നും ഒരാൾ ബുദ്ധിജീവിയാവില്ല. നിങ്ങളുടെ ബുദ്ധിജീവിതത്തെ, നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ വിവരത്തെ, നിങ്ങളുടെ പുസ്തകജ്ഞാനത്തെ, നിങ്ങളുടെ അന്വേഷണത്തെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ബുദ്ധിജീവിയാവുക. ഓർമ്മിച്ചോ? അങ്ങനെ കുറെ പുസ്തകം തലയിൽ വെച്ചിട്ട് ഉദ്ധരണികൾ പറയുന്ന കവിതകൾ ഉദ്ധരിക്കാൻ പറ്റുന്ന ബുദ്ധിജീവിയല്ല. നിങ്ങളുടെ ബൗദ്ധിക ജീവിതത്തെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിജീവിയാവുന്നത്. അതുകൊണ്ട് ഇ.ഡി. സതീശനാണ് ബുദ്ധിജീവി, അല്ല മുസ്തഫയാണ് ബുദ്ധിജീവിയുടെ ചോദ്യം. രണ്ടുപേരും പുസ്തക വായനക്കാരാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് പിന്നെ ഒരു സന്തോഷം പറഞ്ഞ പോലെ മുസ്തഫയെ പോലുള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പഠനമുള്ള, തീരുമാനമുള്ള ആ കാര്യങ്ങൾ ജനാധിപത്യ മര്യാദയോടുകൂടി അവതരിപ്പിക്കാനുള്ള ഭാഷയുള്ള ഒരാൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമാവേണ്ടത് കേരളത്തിൽ തന്നെ ആവശ്യമാണ്. ഇങ്ങനൊരു വിജയകരമായ മാതൃക ഉണ്ടായാൽ അത് അനുകരിക്കാൻ, നല്ല അർത്ഥത്തിൽ അനുകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ കേരളത്തിന്റെ ഈ മാധ്യമ, പിന്നെ നമ്മുടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ മുതലാളിത്തത്തിലാണ്. അതിന്റെ ഘടന എങ്ങനെയാണ്? ടെലിവിഷൻ. അപ്പോൾ ആ നിലക്ക് പത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷമം നമ്മളെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയപ്രവർത്തകരുടെ അറിയാം. ഞങ്ങളങ്ങനെ നമ്മളെ എഴുത്തുകാരങ്ങനെ പറയുന്നില്ല, വളരെ കഷ്ടമാണ്. അപ്പോൾ ഈ പ്രിന്റ് മീഡിയയിൽ എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഭരിക്കുന്നത് ഈ മീഡിയയാണ്. ഇത്തരം കാര്യങ്ങൾ മുസ്തഫ പങ്കെടുത്ത ചില ഈ TV ചർച്ചകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുസ്തഫയുടെ സ്വരം വേറെയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകൾ തന്നെ ഒരു വിഷയത്തെ സമഗ്രമായി കാണാത്തത് കൊണ്ട് ചിലപ്പോൾ അപകടത്തെ ചാടാറുണ്ട് ഈ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ. മുസ്തഫ അങ്ങനെയല്ല. മുസ്തഫ എൻ്റെ അനിയനെ പോലത്തെ ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുന്നത് ഭാവിയിൽ MLA കാറുകൊണ്ട് എന്നോട് കൈവീശി കാണിക്കുമെന്നുള്ള ഉറപ്പിനുള്ളതല്ല പറയുന്നത്. മുസ്തഫയുടെ ധൈഷണിക സാന്നിധ്യം കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ സവിശേഷമായ വിമോചന സ്വഭാവം ഉള്ളതാണ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിശകലനം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് മുസ്തഫയെ നമ്മുടെ MLA ആയിട്ട് കിട്ടുക, നമ്മൾ തൃക്കരിപ്പൂർ പിന്നെ അസംബ്ലി മണ്ഡലത്തിന്റെ വിഷയങ്ങൾ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ പറ്റിയ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സാന്നിധ്യമായി കിട്ടുക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം സർഗാത്മകതയോടുകൂടി ഇടപെടുന്ന വിശ്വാസം നമുക്ക് എല്ലാം ഉണ്ട്. അതുകൊണ്ട് മുസ്തഫയുടെ വിജയം എന്ന സുനിശ്ചിതമായ പാതയിലേക്ക് നമ്മൾ നടക്കാം എന്നത് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.